മനുഷ്യപുത്ര, നിനക്കെന്തറിയാം? നീ അറിയുന്നത് ഭഗ്നബിംബങ്ങളുടെ ഒരു കൂമ്പാരം മാത്രം. കോൺഗ്രസ് തന്നെ പുരോഗമനപരമായി ചിന്തിക്കുന്നവരുണ്ട്, ലീഗിൽ പോലും ഉണ്ട്. ഞാൻ നാളെ പരിചയപ്പെട്ടപ്പോൾ ഭയങ്കര പുരോഗമനപരമാണ്. അപ്പോൾ താങ്കൾ ലെഫ്റ്റാണ്. മൈക്കിനെ പത്രക്കാരോ രോമന കവിയെപ്പോൾ കൈത്തലങ്ങളാൽ തെല്ലുപൊക്കിന്നാണ് പണ്ട് ഉറൂബ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന് എഴുതാനുള്ള അധികം മെറ്റീരിയൽസും കിട്ടിയത് കോടതിയിൽ നിന്നാണ്. തട്ടം തലയിലുണ്ട്, അല്ലാതെയും കണ്ട് കൊണ്ടുപോവോ? ഇന്നത്തെ സമൂഹത്തിന് കൺവേ ചെയ്യാത്ത ഒരു സംഗീതം അല്ലെങ്കിൽ ഒരു ആർട്ട് ഫോം അതിപ്പോൾ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും ഒന്നും മനസ്സിലാവില്ലെങ്കിൽ അതിനിവിടെ റെലവൻസ് ഇല്ല, അതപ്പം മരിച്ചു കഴിഞ്ഞു. എവറി മ്യൂസിക് originates from their own personal feelings and their അവരുടെ കഷ്ടപ്പാടുകളും എല്ലാം അതിൽ വരുന്നുണ്ട്. 1.5 കിലോ മൈദയാണ് നമ്മൾ മുതലാളിക്ക് ചീട്ട് കൊടുക്കുക. അതിൽ എനിക്ക് ആ മൈദപ്പൊടി എനിക്ക് ഭയങ്കര ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു 1/2 കിലോ കൊണ്ടേ ഞാൻ പശ ഉണ്ടാക്കുള്ളൂ. 1 കിലോ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഈ ദോശയും കാര്യങ്ങളൊക്കെ കുറച്ച് ദിവസം ഉണ്ടാക്കാൻ കഴിയും. ഈ മുള്ളുവേലികൾക്ക് നമ്മുടെ പ്രണയങ്ങളെക്കാൾ ഉയരമില്ല. ഈ കാണുന്ന മുള്ളുവേലികളെല്ലാം ഇല്ലാതാവുന്നൊരു ദിവസം വരും. അങ്ങനെ ഞാനാണ് ആദ്യം രക്ഷപ്പെടുന്നതെങ്കിൽ ഞാൻ ഹുബ്രിസോ ഗ്രാമത്തിൽ ചെല്ലും. ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കും എൻ്റെ ജീവിതാവസാനം വരെ. ദോഷയുമായിട്ട് നിങ്ങൾ പ്രണയത്തിലായിരുന്നു, എങ്ങനെയാണ് ഇത് തുടങ്ങുന്നത് അവസാനിക്കുന്നത്? അപ്പോൾ എന്നെ നടുക്കിക്കൊണ്ട് ഇവരൊരു ഉത്തരം പറഞ്ഞതെന്ന് വെച്ചാൽ പോഷയുമായിട്ട് പ്രണയത്തിലായിരുന്നു എന്നല്ല, ഞാൻ ഇപ്പോഴും പ്രണയത്തിലാണ്. ലൈംഗിക വിദ്യാഭ്യാസം വേണം എന്ന് പറയുന്നവർ പോലും നാട്ടിൽ ധാരാളം ഗർഭങ്ങളുണ്ടാകുന്നു, ലൈംഗികമായ അരാജകത്വം ഉണ്ടാകുന്നു എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള വാല്യൂസുമായിട്ടായിരിക്കും പലപ്പോഴും ഇത് സംസാരിക്കുന്നത്. നിങ്ങളുടെ മക്കൾ ആദ്യമായിട്ട് മിഡിൽ സ്കൂളിൽ വരികയാണെങ്കിൽ നിങ്ങൾക്കിത് അറിയേണ്ടതുണ്ട്. ദർ ഈസ് സെക്സ് ഇൻ ദ സ്കൂൾ, ദർ ആർ ഡ്രഗ്സ് ഇൻ ദ സ്കൂൾ എന്നാണ്. ഞങ്ങൾ 3 പെൺകുട്ടികൾ വളരുമ്പോൾ ഒരു കാലത്തും പ്രൈവസി എന്താണെന്നുള്ളത് ഞാനൊരു 10-17 വയസ്സ് വരെ അറിഞ്ഞിട്ടേയില്ല. മക്കളുടെ കയ്യാലെ മരിക്കുന്ന അമ്മമാരുടെ സംഭവങ്ങൾ കേരളത്തിൽ കൂടിയാണ് വരുന്നത്. നമ്മൾ പലയിടത്തും കേൾക്കുന്നുണ്ട്. അപ്പോഴൊന്നും മാതൃത്വത്തെക്കുറിച്ചുള്ള ഈ ഒരു ഞെട്ടൽ മഹാമഹം നടക്കുന്നതേ ഇല്ല എന്നുള്ളതാണ്. കുഞ്ഞുങ്ങളുടെ കാര്യം വരുമ്പോൾ മാത്രമേ ഉള്ളൂ. ഈ സ്ത്രീകളുടെ ധൈഷണിക നിലവാരത്തിലേക്ക് ഉയരാൻ നമ്മുടെ യുവാക്കൾക്ക് കഴിയുന്നില്ലേ എന്നൊരു ചോദ്യമാണത്. അന്ന് ഇപ്പോൾ പത്മരാജന് കിട്ടുന്ന അറ്റൻഷൻ്റെ ഒരു ശതമാനം അന്ന് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇപ്പോൾ ഉള്ളതിനെക്കാട്ടിലും 10 മടങ്ങ് ക്രിയേറ്റീവായിട്ടുള്ള സാധനങ്ങൾ തരാനുള്ള യങ് ഡയറക്ടേഴ്സ് ഇവിടെ ഉണ്ട്. അതിൽ നല്ല പ്രസംഗങ്ങളുണ്ട്, പിന്നെ ഈ വർഗീയ ഉള്ളിലുള്ള ചില വിഷങ്ങളുടെ പ്രസംഗങ്ങളുണ്ട്, അതും കേൾക്കും. അതും അവരും പ്രസംഗിക്കല്ലേ, കേൾക്കണ്ടേ. കിലുക്കത്തിൽ എനിക്ക് ജഗദീശാനെ കണ്ടിട്ട് എൻ്റെ ഫേവറേറ്റ് ആണ് ജഗദീശാണ്. ഇപ്പോഴും എൻ്റെ അച്ഛനല്ല എൻ്റെ ഫേവറേറ്റ്, എൻ്റെ ജഗദീശാണ്. ഏതെങ്കിലും ഒരു എക്സ് ഓർ വൈ ഒരു പേഴ്സണിന്റെ കംപ്ലീറ്റ് ഡാറ്റ ഫേസ്ബുക്കിന്റെ കയ്യിലുണ്ട്. അപ്പോൾ ഓരോ ദിവസം ഒരു പെട്ടെന്ന് ആ ഗവൺമെന്റ് വന്നിട്ട് ഫേസ്ബുക്ക് സ്റ്റോപ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഡിഫെൻഡ് ചെയ്യാനുള്ള പവർ ഫേസ്ബുക്കിന്റെ കയ്യിലുണ്ടാവും. നമ്മളെപ്പോഴും ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഒരു വളരെ പ്രസക്തമായ വാക്കുകൾ കടമെടുക്കുകയാണെങ്കിൽ, ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദ ക്രൈസിസ് ദർ ഈസ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയാറുണ്ട്. CPMൻ്റെ മെമ്പർമാരായിരുന്നു കൊണ്ട് അവർ മാവോയിസ്റ്റ് സംഘടനാ പ്രവർത്തനം നടത്തി. ഇതാണ് ഇതിൽ നമ്മൾ നിസ്സഹായനായ ഒരു മുഖ്യമന്ത്രിയായിപ്പോയി, അല്ലെങ്കിൽ പിന്നെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു മുഖ്യമന്ത്രിയായിപ്പോയി എന്ന് വ്യക്തിപരമായിട്ട് ഞാൻ വിശ്വസിച്ചു. അദ്വാനി ഇന്ത്യൻ ജനതയോട് ബാബറി മസ്ജിദ് തകർത്തതിൻ്റെ പേരിൽ മാപ്പ് പറഞ്ഞു എന്നതും നമ്മൾ മറക്കരുത്.